ജേണി ഓഫ് ലവ്. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. സീതയിൽ നിന്നും കേട്ടത് കാരുവിൻ്റെ ഹൃദയത്തെ അത്രയേറെ വേദനിപ്പിച്ചിരുന്നു. ഇന്ദു അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന വിശ്വാസമുണ്ടെങ്കിലും സീതയുടെ വാക്കുകൾ അവൾക്ക് തള്ളിക്കളയാൻ പറ്റിയിരുന്നില്ല. വല്ലാത്തൊരവസ്ഥയിലാണ് ആരു അവരുടെ റൂമിലേക്ക് കയറി ചെന്നത്. ആര് റൂമിലെത്തുമ്പോൾ കാണുന്നത് ബാത്റൂമിൽ കുളിച്ച് ഒരു മുണ്ട് മാത്രം കൊണ്ട് തലയും തുവർത്തിറങ്ങി വരുന്ന മഹിയാണ്. അവനെ കണ്ടതും ആര് വേഗം പോയി മഹിയെ ഇറുകപ്പെടുന്നു. മഹിയുടെ നെഞ്ചിലേക്ക് അവൾ മുഖം പോയി. തോർത്ത് സ്റ്റാൻഡിൽ വിരിച്ചിട്ട് ഷർട്ട് എടുക്കാൻ നേരത്താണ് ആര് വന്ന് മഹിയെ ഇറുകപ്പെടുന്നത്. പെട്ടെന്നായതുകൊണ്ട് അവനൊന്ന് പിന്നിലേക്ക് വേച്ചു പോയെങ്കിലും ആരുവിനെ ചേർത്ത് പിടിച്ചു നിന്നു. എന്താ ഋഷി, എന്തു പറ്റി നിനക്ക്? അവൾക്ക് മനസ്സിന് അത്രയും സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ അലട്ടുമ്പോഴാണ് ഇങ്ങനെ വന്ന് അവൾ കെട്ടിപ്പിടിക്കുന്ന അറിയാവുന്ന മഹി അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചതും ആരും ഒന്നും പറയാതെ മഹിയെ അനങ്ങാൻ പോലും സമ്മതിക്കാതെ വരിഞ്ഞു മുറുക്കി കൂടുതൽ അവനിലേക്ക് പതുങ്ങി നിന്നു. അവളുടെ മൈൻഡ് ഓക്കെയാകുന്നത് വരെ മഹി ഒന്നും ചോദിച്ചില്ല. അവനെ അങ്ങനെ പുറന്നു നിൽക്കുമ്പോൾ ആരുവിന് മനസ്സിന് ആശ്വാസം കിട്ടും പോലെ തോന്നി. ആരുഷി, ഇനി പറ, എന്താ നിനക്ക് പറ്റിയത്? ആരും ഒന്ന് ഓക്കെയായെന്ന് തോന്നിയതും മഹി അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചതും ആരും ഒന്ന് പതറി. സത്യം ആരുടെ ഭാഗത്താണെന്ന് അറിയാതെ മഹിയോട് പറയാൻ പറ്റില്ല. ആര് എന്ത് പറയണമെന്ന് അറിയാതെ പരിഭ്രാന്തിയോടെ മുഖം ഉയർത്തി മഹിയെ നോക്കി. പറ ഋഷി, നിനക്ക് എന്താ പറ്റിയത്? ആരുവിൻ്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് മഹി ചോദിച്ചു. അത് മഹിയേട്ട, ഞാൻ അച്ഛനെയും അമ്മയും ഓർത്തു, ആ സങ്കടം കൊണ്ടാ. മഹിയെ നോക്കി വിശ്വാസയോഗ്യമായ കള്ളം ആര് പറഞ്ഞു. അവൾ പറഞ്ഞത് കേട്ടത് മഹിയുടെ ഭാവം മാറി. ദേഷ്യം കൊണ്ട് മഹിയുടെ കണ്ണും മൂക്കും ചുവന്നു. എന്താ മഹി? ആര് മഹിയുടെ ഭാവം കണ്ട് ചോദിച്ചതും അവൾ വിളിക്കുന്നതിന് മുമ്പായി മഹി അവളുടെ കവളിൽ ദേഷ്യത്തിൽ കുത്തിപ്പിടിച്ചു. നീ എന്റേതാ, എന്റേത് മാത്രം. സങ്കടപ്പെടാനായാലും സന്തോഷമായാലും നീ എന്നെക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി. ദേഷ്യവും കുശുമ്പും സഹിക്കവയ്യാതെ മഹി ആരുവിനോട് പറഞ്ഞു. മഹി അങ്ങനെയാണ്. ആരും എന്നേക്കാൾ കൂടുതൽ മറ്റൊരാളെ സ്നേഹിക്കുന്നതോ പ്രയോറിറ്റി കൊടുക്കുന്നതോ മറ്റൊരാൾ ആരുവിനോട് അടുത്ത് പെരുമാറുന്നതൊന്നും മഹിക്ക് സഹിക്കില്ല. മഹി വീട്ടിലുള്ളപ്പോൾ എപ്പോഴും അവൾ അവൻ്റെ കൂടെ വേണം. അവൾ ഓഫീസിൽ വല്ലതും പോയാൽ ഇടയ്ക്കിടയ്ക്ക് അവളുടെ ശബ്ദം കേൾക്കാൻ മഹി വിളിക്കും. എടുത്തില്ലേ പിന്നെ അത് മതിയാകും. കാരണം ആരുഷി എന്നാൽ മഹിക്ക് ഭ്രാന്താണ്. അത്രയ്ക്ക് ഇഷ്ടമാണ് മഹിക്ക് ആരുവിനെ. അവളില്ലാതെ ഒരു ദിവസം പോലും ജീവിക്കാൻ പറ്റില്ലെന്ന അവസ്ഥയിലാണ് മഹി. തിരിച്ചാരുവിന് അവളുടെ ജീവനാണ് മഹി. അവളുടെ ആദ്യ കുഞ്ഞ് അത് മഹിയാണ്. ചില നേരത്ത് അവൾക്ക് പ്രണയത്തേക്കാൾ മഹിയോട് തോന്നുന്നത് ഒരു അമ്മക്ക് തൻ്റെ കുഞ്ഞിനോടെന്ന പോലുള്ള വാത്സല്യമാണ്. മഹിയുടെ ഭാവം കണ്ടപ്പോൾ അവൾക്ക് തോന്നിയതും ആ ഒരു ഫീലാണ്. കണ്ണും മുഖവും ചുവപ്പിച്ച് കുശുമ്പും ദേഷ്യവും സഹിക്കവയ്യാതെ നിൽക്കുന്ന മഹിയെ ആര് ചിരിയോറികപ്പെടുന്നു. ഇങ്ങനെ കുശുമ്പ് കുത്തിയ ശരിയാകില്ലട്ട മഹിയേട്ടാ. മഹിയുടെ നെഞ്ചിൽ താടി കുത്തി മുഖം ഉയർത്തി അവനെ നോക്കിക്കൊണ്ട് ആര് പറഞ്ഞു. എനിക്കൊന്നും കേൾക്കണ്ട, നീ ഞാൻ പറയുന്ന അനുസരിച്ചാൽ മതി. എന്താ മഹിയേട്ടത്? മഹിയേട്ടൻ കഴിഞ്ഞ് എനിക്ക് മറ്റാരും ഉള്ളൂ എന്ന് അറിയില്ലേ, പിന്നെ എന്തിനത്ര വാശി? മഹിയുടെ വീർപ്പിച്ചു വെച്ച കവളിൽ തലോടിക്കൊണ്ട് ആര് പറഞ്ഞു. അറിയാം, എന്നാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. മഹി പറഞ്ഞത് കേട്ട് ആര് പിന്നെ വാദിക്കാൻ നിൽക്കാതെ ചെറു ചിരിയോടെ പെരുവിരലിൽ കുത്തി ഉയർന്നു പൊങ്ങി മഹിയുടെ ഇരു കവളിലും മാറി ചുംബിച്ചു. ആ ഒരു ചുംബനം മതിയായിരുന്നു മഹിയുടെ വീർത്ത് കെട്ടിയ മുഖത്ത് ചിരി പടരാൻ. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. സീത പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ആര് കണ്ടുപിടിക്കാൻ നോക്കിയെങ്കിലും അവൾക്കൊരു തുമ്പും കിട്ടിയില്ല. കൂടെ ഇന്ദുവിൻ്റെ പെരുമാറ്റവുമെല്ലാം അവൾ വല്ലാതെ കുഴപ്പിച്ചു. ദേ മഹിയേട്ടാ, കുറുപ്പ് കൂടുന്നുണ്ട് കേട്ടോ. രാത്രി ബാൽക്കണിയിൽ ഫയൽ നോക്കിയിരിക്കുന്നതിനിടയിൽ ആരു തന്നിൽ കുസൃതി കാണിച്ചൊഴുകി നടക്കുന്ന മഹിയുടെ കൈകളെ തടഞ്ഞു നിർത്തി തൻ്റെ മടിയിൽ കിടക്കുന്ന മഹിയെ നോക്കി കണ്ണിരുട്ടിക്കൊണ്ട് പറഞ്ഞു. എൻ്റെ ആരിശി, നിനക്കെന്താ ഭ്രാന്തുണ്ട് പെണ്ണേ? ഈ തണുപ്പത്ത് ഇവിടെ വന്ന് കിടക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? മഹിയുടെ ചോദ്യം കേട്ട് ആര് ഫയലിൽ നിന്ന് കണ്ണുകൾ മാറ്റി തൻ്റെ മടിയിൽ കിടക്കുന്ന മഹിയെ നോക്കി. നന്നായി തണുക്കുന്നുണ്ടെങ്കിലേ മഹിയുടെ റൂമിൽ പോയി കിടന്നോ? മഹിയുടെ മൂക്കിൻ തുമ്പിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ആര് ചോദിച്ചു. അതിന് നിന്റെ ഈ കുന്ന് നോക്കി കഴിഞ്ഞിട്ടില്ലല്ലോ. പുതപ്പെടുത്ത് നന്നായി മൂടി പുതച്ചുകൊണ്ട് പറഞ്ഞ് ആരുവിൻ്റെ ടോപ്പ് പൊക്കിയാണ്ട് വയലിലേക്ക് മുഖം പോയി വെച്ച് കിടന്നതും മഹിയുടെ തലയിലൂടെ വിരലൊടിച്ച് ഫയൽ നോക്കി ആരിയിരുന്നു. ആരുവിൻ്റെ വിരലുകൾ നൽകുന്ന മാന്ത്രികതയിൽ മഹി അങ്ങനെ തന്നെ കിടന്നുറക്കം പിടിച്ചിരുന്നു. ആര് ഫയൽ നോക്കി കഴിഞ്ഞപ്പോഴേക്കും സമയം 1 മണി കഴിഞ്ഞിരുന്നു. ഫയലെല്ലാം മാറ്റിവെച്ച് ആരും ഒന്ന് മൂരി നിവർന്ന് മഹിയെ നോക്കിയതും തൻ്റെ മടിയിൽ കിടന്ന് സുഖമായി ഉറങ്ങുന്നവനെ കണ്ട ആരുവിൻ്റെ ചൊടിയിൽ പുഞ്ചിരി വിടുന്നു. മഹിയെ വിളിച്ചുണർത്താൻ ഒരുങ്ങുമ്പോഴാണ് പതിയെ ഗേറ്റ് തുറന്നു വരുന്ന രൂപത്തിൽ ആരുവിൻ്റെ കണ്ണുകളൊടുക്കിയത്. സെക്യൂരിറ്റീസിക്ക് ലീവായതുകൊണ്ട് ആളില്ല എന്ന് ഗേറ്റിനരികിൽ. ഇരുട്ടായതുകൊണ്ട് രൂപം വ്യക്തമായിരുന്നില്ല. ആ രൂപം കുറച്ചുകൂടി മുന്നോട്ട് വന്നതും ആളെ കണ്ട് ആരും ഞെട്ടി. ഷെരീഫ്, അന്ന് അച്ഛനോട് വഴക്കുണ്ടാക്കിയ ആളല്ലേ ഇത്? അയാളെന്താ ഇവിടെ? ആര് സ്വയം പറഞ്ഞ് ഇതൊന്നും അറിയാതെ ഉറങ്ങുന്ന മഹിയുടെ തല ഒരുവിധം പതിയെ ഉണർത്താതെ തൻ്റെ മടിയിൽ നിന്ന് എടുത്തു മാറ്റി എണീക്കാൻ നിന്നതും മഹി വീണ്ടും ആരുവിൻ്റെ വായലിലൂടെ ചുറ്റിപ്പിടിച്ച് അവളുടെ മടിയിലേക്ക് തന്നെ തല വെച്ച് കിടന്നു.
എണീറ്റ് പോകാനാകാതെ ആരവിടെ തന്നെ ഇരുന്നു. ഷെരീഫിന് സൂര്യയോട് പകരം വീട്ടാൻ വന്നതാണെന്ന് ആലോചിച്ച് ആരുവിന്റെ ഉള്ളിൽ ആദിയേറി. അയാൾ കോവിലകത്തിന്റെ പിന്നാമ്പുറത്തേക്ക് പോകുന്നത് കണ്ട് ആരുവിനെ നെറ്റിച്ചുടിഞ്ഞു. ഉള്ളിൽ സംശയങ്ങളും പേറി മഹി ഉറങ്ങുമ്പോഴും ആരും അവിടെ തന്നെ ഇരുന്നു. കുറച്ചു കഴിഞ്ഞും മഹി വീണ്ടും നന്നായി ഉറക്കം പിടിച്ചെന്ന് ഉറപ്പുവരുത്തി ആര് പതിയെ അവന് തല പൊക്കിയെടുത്ത് മാറ്റി അയാൾ പോയിട്ടിൽ നിന്ന് ഉറപ്പിച്ച് ആര് പതിയെ ശബ്ദമുണ്ടാക്കാതെ ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി താഴേക്ക് പോയി. മെയിൻ ഡോർ ലോക്കാണെന്ന് കണ്ടതും ആര് എന്തോ ഓർത്ത് പോലെ അടുക്കള ഭാഗത്തേക്ക് നടന്നു. നടുമുറ്റത്തിന്റെ ഭാഗത്തെത്തിയതും ആരുവിന്റെ കൈ തട്ടി ഒരു ചെമ്പിന്റെ പ്രതിമ ശബ്ദത്തോടെ താഴേക്ക് വീണതും ആര് വെപ്രാളത്തോടെ അതെടുത്ത് യഥാസ്ഥാനത്ത് വെച്ച് ചുറ്റും നോക്കി. ആരും എണീറ്റില്ലെന്ന് ഉറപ്പുവരുത്തി ആര് വേഗം അവിടുന്ന് അടുക്കള ഭാഗത്തേക്ക് നടന്നു. അടുക്കള ഭാഗത്തുള്ള ഡോറ് ചാരി വെച്ചിരിക്കുന്നത് കണ്ടതും ആരുവിൽ സംശയം നിറഞ്ഞു. പണിക്കുള്ളവരെല്ലാം പുറത്ത് ഔട്ട് ഹൗസിലും അവരുടെ വീട്ടിലുമാണ് താമസം. ഈ ഡോറ് ഞാൻ അടച്ചതാണല്ലോ, പിന്നെ ആരത് തുറന്നിട്ടത്? ആര് സ്വയം പറഞ്ഞ് പുറത്തേക്ക് തലയിട്ട് നോക്കിയതും ചായപ്പിൽ ചെറിയ വെളിച്ചം കണ്ടതും ആരും അങ്ങോട്ട് നടന്നു. ചായപ്പിന്റെ ഉള്ളിൽ നിന്നും ആരുടെയൊക്കെയോ അടക്കി പിടിച്ച ശബ്ദങ്ങൾ കേട്ടതും ആര് സൂക്ഷിച്ച് ഓരോ ചൂടും വെച്ച് അതിന്റെ അടുത്തേക്ക് നടന്നു. പറയുന്നതൊന്നും വ്യക്തമല്ലാത്തത് കൊണ്ട് ആര് ഭിത്തിയോട് ചേർന്ന് ചെവി കൂർപ്പിച്ചു. അടക്കി പിടിച്ച ശബ്ദങ്ങൾക്കും ഒപ്പം മൂളലുകളും ഞെരുക്കങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങിയതും ആര് പതിയെ ഏന്തി വലിഞ്ഞ് ജനൽവാതിന്റെ ഉള്ളിലൂടെ അകത്തേക്ക് നോക്കിയതും ചെറിയ വട്ടത്തിൽ അയാളോടൊപ്പം നിൽക്കുന്ന ആളെ കണ്ടതും ആരും ഞെട്ടി. സീതമ്മ! ആരുവിന്റെ ആദരങ്ങൾ പതിയെ ഉരുവിട്ടു. ഉള്ളിൽ നടക്കുന്ന ചേഷ്ടകൾ കണ്ടതും ആരും അറപ്പോടെ മുഖം തിരിച്ച് ദേഷ്യത്തിൽ വാതിലിന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങിയതും അതിനു മുമ്പായി ആരുവിന്റെ കയ്യിൽ പിടിവീണിരുന്നു. തിരിഞ്ഞു നോക്കി ആര് കാണുന്നത് ദേഷ്യത്തിൽ നിൽക്കുന്ന ഇന്ദുവിനെയാണ്. മിണ്ടാതെ ഇങ്ങോട്ട് പോ! ആര് എന്തെങ്കിലും പറയും മുമ്പായി ഇന്ദു പതിയെ ശബ്ദം ഘടിപ്പിച്ച് പറഞ്ഞ ആരുവിനെയും കൊണ്ട് വേഗം കോവിലകത്തിന്റെ ഉള്ളിലേക്ക് കയറി. നിനക്ക് ഉറക്കൊന്നില്ലേ? ആരുവിന്റെ കയ്യിലെ പിടിവിട്ട് അടുക്കള വാതിൽ ചാരിക്കൊണ്ട് ഇന്ദു ദേഷ്യത്തിൽ ആരുവിനോട് ചോദിച്ചു. അമ്മേ, അവിടെ സീതമ്മ, അവര് ആരൊന്നും തെളിച്ചു പറയാനാകാതെ വിക്കി. അവിടെ കണ്ട കാഴ്ചയിലെ ഷോക്കിലായിരുന്നു അവള്. പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്, അങ്ങനെ പലതും ഉണ്ടാകും ഇവിടെ. ഇല്ല, ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യം. ഇന്ദു പറഞ്ഞത് കേൾക്കാതെ ഡോറ് തുറക്കാൻ ആഞ്ഞുകൊണ്ട് പറഞ്ഞു. ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയെന്ന്. പറ്റത്തില്ലമ്മേ, സീതമ്മ ചതിക്കായിരുന്നു. എന്തിനാ ഈ ഒളിച്ചു കളിയെന്ന് എനിക്ക് അറിയണം. തന്റെ കൈ തടഞ്ഞു വെച്ച് ഇന്ദുവിന്റെ കൈ എടുത്ത് മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞുവെങ്കിലും ഇന്ദുവിന്റെ കൈ മുറുകുകയല്ലാതായിരുന്നില്ല. വെറുതെ അവരുടെ കാര്യത്തിൽ പോയി തലയിടണ്ട. എനിക്കിതൊന്നും കണ്ടിട്ട് കാണാത്ത പോലെ നടക്കാൻ പറ്റില്ലമ്മേ. നിനക്കെന്താ ആരും പറഞ്ഞാൽ മനസ്സിലാകില്ലേ? വെറുതെ ഓരോ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. യാമിനിയെ പോലെ അവർ നിന്നെയും ഇല്ലാതാക്കും. ഇന്ദു ദേഷ്യത്തിൽ ആരുവിന് നേരെ അലറിയതും ആരും ഇന്ദു പറഞ്ഞത് കേട്ട് സ്തംഭിച്ചു നിന്നു. അമ്മ എന്താ പറഞ്ഞത്? അവരാണോ മഹേഷിന്റെ അമ്മയെ? ആരും ബാക്കി പറയാതെ നിർത്തി ഇന്ദുവിനെ നോക്കി. ആരും ചോദിച്ചപ്പോഴാണ് ഇന്ദുവിന് അവർ പറഞ്ഞത് എന്താണെന്ന ബോധം വന്നത്. അത് പിന്നെ ഇന്ദു എന്തു പറയണമെന്ന് അറിയാതെ പതറി. അമ്മ എനിക്ക് കള്ളം പറയണ്ട, സത്യം പറ എന്നോട്. കാര്യമായിട്ടൊന്നും എനിക്കറിയില്ല മോളെ. സീതേച്ചിയും ഇയാളുമായിട്ടുള്ള ബന്ധം വർഷങ്ങൾക്ക് മുമ്പുള്ളതാ. ആ കാര്യം എങ്ങനെയും യാമിനി അറിഞ്ഞു. നിന്നെ പോലെ തന്നെ ഒരു തുമ്പ് കിട്ടി തപ്പി ഇറങ്ങിയതാ അവള്. എല്ലാം കണ്ടുപിടിച്ചവള്. എന്നിട്ട് സൂര്യേട്ടനോട് എല്ലാവരോടും പറയുമെന്ന് പറഞ്ഞു. അവൾ വഴി എല്ലാവരും സത്യങ്ങൾ അറിഞ്ഞാലെന്ന് കരുതി ഗർഭിണിയാണെന്ന പരിഗണന കൂടി നോക്കാതെ അവരിരുവരും കൂടി കൊന്നതാ അവളെ. വിങ്ങിപ്പൊട്ടിക്കൊണ്ട് എന്തു പറഞ്ഞത് കേട്ട് ആരുവിന്റെ ഉള്ളിലെ സ്നേഹനിധിയായ സീതയുടെ രൂപം പൂർണ്ണമായും തകർന്നടിയുകയായിരുന്നു. അമ്മ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അപ്രത്യക്ഷമായി സീത ചേച്ചി ആരോടോ ഫോണിൽ സംസാരിക്കുന്നത് കേട്ടതാ. പിന്നെ അവരെ ശ്രദ്ധിച്ചപ്പോഴാ രാത്രി ഇതുപോലെ അയാൾ ഇവിടേക്ക് വരാറുണ്ടെന്ന് മനസ്സിലായത്. അറിയില്ലായിരുന്നു മോളെ അവളുടെ ഉള്ളിൽ ഇത്രക്കും വിഷമായിരുന്നെന്ന്. എന്നിട്ട് അമ്മ എന്താ ഇതൊന്നും ആരോടും പറയാതിരുന്നത്? ഞാൻ പറഞ്ഞ ആരും വിശ്വസിക്കില്ല. സൂര്യേട്ടന് സീതേച്ചി എന്ന് വെച്ചാൽ ജീവനാ. അതുമല്ല, ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും സൂര്യേട്ടന്റെ മനസ്സിന്റെയും ശരീരത്തിന്റെയും അവകാശം അവളാ. അവൾ തന്നെയാകുമെന്ന് പറഞ്ഞ് അവളെ നെഞ്ചിൽ കൊണ്ട് നടക്കുന്ന മനുഷ്യനോട് ഞാനിത് എങ്ങനെ പറയാനാ മോളെ? തകർന്നു പോവില്ലേ ആ മനുഷ്യൻ? പിന്നെ മഹിക്കുട്ടൻ, അവൻ എന്നെ കാണുന്നതേ വെറുപ്പാ. അങ്ങനെയുള്ളപ്പോ ഞാൻ എന്തെങ്കിലും പറഞ്ഞ അവനത് മുഖവിലക്കെടുക്കുന്ന മോൾക്ക് തോന്നുന്നുണ്ടോ? എന്തു പറഞ്ഞത് ശരിയായത് കൊണ്ട് തന്നെ ആരൊന്നും അതേക്കുറിച്ച് പറഞ്ഞില്ല. അപ്പോ അച്ഛൻ ഇതൊരു അമ്മയെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ലേ? ഉള്ളിൽ ഉയർന്ന ചോദ്യം ആര്യ എന്തുവിനോട് ചോദിച്ചു. ഇല്ല, ആ മനസ്സിൽ എന്ന് യാമിനിയുള്ളൂ. അതുപോലെ തന്നെ സൂര്യേട്ടൻ ഇരിക്കുന്ന സ്വന്തം ഏട്ടന്റെ സ്ഥാനത്താ. സൂര്യേട്ടൻ എന്നെ പെങ്ങളുടെ സ്ഥാനത്തുമാണ്. ഒരിക്കലും സൂര്യേട്ടന് തന്നെ അംഗീകരിക്കാൻ പറ്റില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. എന്തിനാ അമ്മ അറിഞ്ഞുകൊണ്ട് സ്വന്തം ജീവിതം ഇല്ലാതാക്കിയത്? എനിക്ക് വലുതെന്റെ മഹിമോനാണ്. വേറെ ആരെങ്കിലും സൂര്യേട്ടന്റെ ഭാര്യയായിട്ട് വന്ന അവരവനെ സ്നേഹിച്ചില്ലെങ്കിലെന്ന് പേടിച്ച. പിന്നെ ഹരിയേട്ടൻ, അതായത് എൻ്റെ ആദ്യ ഭർത്താവ്, ഒത്തിരി ഇഷ്ടമായിരുന്നു എനിക്ക് അദ്ദേഹത്തെ. തിരിച്ചും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ
ആ ജീവിതം തുടരാൻ ദൈവം അനുവദിച്ചില്ല. എന്നാലും ഒരു ജന്മം മുഴുവൻ ഓർക്കാനുള്ള നല്ല ഓർമ്മകൾ തന്നിട്ടാ എൻ്റെ ഹരിയേട്ടൻ പോയത്. ഞാൻ വേറൊരു വിവാഹം കഴിക്കുകയാണെങ്കിൽ തന്നെ ഹരിയേട്ടനെ മറന്ന് മറ്റാൾ എനിക്ക് ഭർത്താവായി സ്വീകരിക്കാനോ സ്നേഹിക്കാനോ കഴിയില്ല. അതിലേറെ നല്ലതാ ഈ ബന്ധമെന്ന് തോന്നി. മറ്റുള്ളവർക്ക് മുമ്പിൽ മാത്രമേ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ളൂ മോളെ. പക്ഷെ ഞങ്ങൾക്ക് പരസ്പരം ഉള്ളത് കൂടപ്പിറപ്പുകൾക്കുള്ളിലുള്ള സ്നേഹം തന്നെയാ. അല്ലാതെ കൂട്ടുകാരിയെ പ്രണയിച്ച ആളെ പ്രണയിക്കാനും സ്വന്തമാക്കാനും മാത്രമുള്ള ദുഷ്ടിയല്ല ഞാനും സൂര്യേട്ടനും ജീവിക്കുന്നത് പോലും ഞങ്ങളുടെ മാഹിക്കുട്ടിന് വേണ്ടിയിട്ടാ. നിറഞ്ഞ കണ്ണുകളോട് ഇന്ദു പറഞ്ഞു നിർത്തിയതും ആര്യ ഇന്ദുവിന് ഇറുകപ്പുണർന്നു. ഇത്രയ്ക്ക് സ്നേഹമുള്ള അച്ഛനെയും അമ്മയും കിട്ടിയിട്ടും മഹേട്ടൻ ആ സ്നേഹം മനസ്സിലാക്കുന്നില്ലല്ലോ അമ്മേ. സാരല്ല മോളെ, അവന്റെ അവഗണന ഇപ്പം ഞങ്ങൾക്ക് ശീലായി. എന്തൊക്കെയായാലും ഒരു കുഴപ്പമില്ലാതെ ഞങ്ങളുടെ മുന്നിൽ ജീവിക്കുന്നുണ്ടല്ലോ, അത് തന്നെ ഞങ്ങൾക്ക് വലിയ ആശ്വാസം.